പെരുന്നാൾ വിശേഷത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കുകയാണ്. ഈദ്ഗാഹുകളിലേക്കും വിശ്വാസികളുടെ ഒഴുക്കാണ്. മമ്മൂട്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ എല്ലാ വിശ്വാസികളും വലിയ പെരുന്നാൾ ആഘോഷത്തിൽ തന്നെയാണ്. പ്രത്യേക പ്രാർത്ഥനകൾ എല്ലാ ഇടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ആ ആഘോഷങ്ങളിലേക്കെല്ലാം കടക്കുക. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ബലിപെരുന്നാളാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഒമാനിലും ഇന്ന് ബലിപെരുന്നാളാണ്. കഴിഞ്ഞ ദിവസമാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ബലിപെരുന്നാൾ ആഘോഷമാക്കിയത്. ഒരുപാടിടങ്ങളിൽ ഒത്തൊരുമിക്കുകയാണ് എല്ലാവരും തന്നെ. മനോഹര കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളിലേക്കൊക്കെ നമുക്ക് വരാവുന്നതാണ്. ആദ്യം ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇനി നമ്മുടെ റിപ്പോർട്ടർമാരും തയ്യാറായിട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ മലപ്പുറത്തേക്ക് പോകാം. അവിടെ നിന്നുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മുടെ അരുൺ അമൃതനാഥ് റെഡി ആയിട്ടുണ്ട്. അരുൺ, ഈദ് മുബാറക്, പെരുന്നാൾ ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? മലപ്പുറത്താണ്, അവിടുത്തെ കാര്യമൊന്നും പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. വലിയ ആഘോഷമായിരിക്കും. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന 2 ദിവസമാണ്. അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ആഘോഷമൊക്കെ പോകുന്നത്? പ്രാർത്ഥനകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. പറയൂ അരുൺ. ഈദ് മുബാറക്, നമുക്കറിയാം ഈ ത്യാഗത്തിന്റെ തന്നെ പ്രതീകമാണ് ഈ ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി സ്വന്തം മകനെ ത്യജിക്കാൻ തയ്യാറായതിന്റെ ത്യാഗത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് ഈ ബലിപെരുന്നാൾ. അത്തരത്തിൽ വിശ്വാസികൾ രാവിലെ തന്നെ, ഇപ്പോൾ നമ്മളുള്ളത് മലപ്പുറത്തെ മാദിൻ ഗ്രാൻഡ് മസ്ജിദിലാണ്. വിശ്വാസികൾ രാവിലെ തന്നെ ഈദ് നമസ്കാരത്തിനായി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈദ് നമസ്കാരം തുടങ്ങും. പ്രത്യേകിച്ചും ഈദ് ഗാഹുകൾ കുറവാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. പള്ളികളിലെ ഈദ് നമസ്കാരം തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഇത് കഴിഞ്ഞ് വീടുകൾ ഒത്തൊരുമയുടെ സന്ദേശം തന്നെയാണ് ഈ പെരുന്നാളെല്ലാം നൽകുന്നത്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെല്ലാം ഒത്തൊരുമിക്കും. ഈ ബന്ധുക്കളുടെ വീടിൽ ഒക്കെ സന്ദർശനം നടത്തും. പുതുവസ്ത്രമൊക്കെ അണിഞ്ഞ് ബന്ധുക്കളുടെ വീട്ടിൽ സന്ദർശനം നടത്തും. അങ്ങനെ ഉച്ചയ്ക്ക് ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ വലിയ പെരുന്നാളിൻ്റെ ഒത്തൊരുമ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ വിശ്വാസികളുടെ നീണ്ട നിര തന്നെ ഈ മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ കാണാൻ സാധിക്കും നമ്മുടെ ദൃശ്യങ്ങളിൽ. ഒപ്പം തന്നെ എല്ലാ പള്ളികളും. ശരി, അരുൺ അമൃതനാഥാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും അരുൺ, അങ്ങനെ പ്രാർത്ഥനകൾ മുന്നിലേക്ക് പോകട്ടെ. ആഘോഷങ്ങളുടെ ഭാഗമാവുക. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കിനി കൊച്ചിയിലേക്ക് പോകാം. അവിടെ നിന്നും ആദിത്യൻ ഓമനക്കുട്ടനാണ് ചേരുന്നത്. ആദിത്യൻ, ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക് എല്ലാവർക്കും. എങ്ങനെയുണ്ട് അവിടുത്തെ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നിലേക്ക് പോകുന്നത്? പ്രാർത്ഥനയാണ്, അതിനുശേഷമുള്ള വിശേഷങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ആദിത്യ, പറയൂ. പൂജ, ഗുഡ് മോർണിംഗ് ആൻഡ് ഈദ് മുബാറക്. കൊച്ചിയിലെ വലിയ പെരുന്നാൾ നമസ്കാരത്തിനുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ഒരുക്കങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഈ തുറന്ന ഇടങ്ങളിലേക്കുള്ള ഈദ്ഗാഹുകളൊക്കെ താരതമ്യേന കുറവാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ എന്നാലും വിവിധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലും ജമാഅത്തുകളുടെയൊക്കെ നേതൃത്വത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പതിവ് പോലെ നടൻ മമ്മൂട്ടി ഈദ് നമസ്കാരത്തിന് കാലത്തെ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 7:30 ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈദ് നമസ്കാരത്തിനുള്ള വലിയ പെരുന്നാൾ നമസ്കാരത്തിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. 6:45 കൂടി തന്നെ മമ്മൂട്ടി ഈ കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ എത്തി എന്നുള്ളതാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. വിവിധ പള്ളികളിലേക്കൊക്കെ നമസ്കാരത്തിനായി ഒരുപാട് പേര് എത്തിത്തുടങ്ങുകയാണ്. നമുക്കറിയാം, നടൻ മമ്മൂട്ടിയെ കേന്ദ്രീകരിച്ചാണ് കൊച്ചിയിലെ ഈ നമസ്കാരത്തിൻ്റെ വാർത്തകൾക്കൊക്കെ ഇടം പിടിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് നടൻ മമ്മൂട്ടി ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാട്ടിൽ നമസ്കാരത്തിന് എത്തിയിരുന്നില്ല. അദ്ദേഹം അവിടെയാണ് പെരുന്നാൾ നമസ്കാരമൊക്കെ പങ്കെടുത്തത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ കടവന്ത്ര സലഫി ജുമാ മസ്ജിദിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇളംകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ നമസ്കാരം. ഇപ്പോൾ നമസ്കാരത്തിന് ശേഷം നടൻ മമ്മൂട്ടി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നടൻ മമ്മൂട്ടി കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ പെരുന്നാളിന് നടൻ മമ്മൂട്ടി നാട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു. ഇന്ന് കാലത്ത് 6:45 തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ പുലർച്ചെ 6:45 തന്നെ അദ്ദേഹം കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ എത്തിയിരുന്നു. ഇപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിക്കുള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ
ഇളംകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കാണ് യാത്ര. അദ്ദേഹം ഇപ്പോൾ മകൻ ദുൽഖറിനൊപ്പം താമസിക്കുന്നത് ഇളംകുളത്താണ്. അതിനടുത്തുള്ള കടവന്ത്ര സലഫി ജുമാ മസ്ജിദിലാണ് അദ്ദേഹം വലിയ പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത്. അപ്പോൾ ആളുകളെയൊക്കെ അഭിവാദ്യം ചെയ്തു. മമ്മൂട്ടിയെ കാണാനൊക്കെ ഒരുപാട് പേര് ഈ പള്ളിക്ക് പുറത്തായിട്ടൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെയൊക്കെ അഭിവാദ്യം ചെയ്തതിന് ശേഷം നടൻ മമ്മൂട്ടി മടങ്ങുകയാണ്. എന്തായാലും എറണാകുളത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് വലിയ പെരുന്നാൾ നമസ്കാരത്തിന് ത്യാഗസ്മരണയിൽ ഒരുപാട് ഇടങ്ങളിൽ ഈദ്ഗാഹുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരി ആദിത്യൻ, എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും മമ്മൂക്കയും ഈദ് മുബാറക്ക് നേർന്നിട്ടുണ്ട്. രാവിലെ തന്നെ അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ എത്തിയിരുന്നു. ഇങ്ങനെ ഓരോ ഇടങ്ങളിലും വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. അതിനുശേഷം അവരുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയായിരിക്കും. വീടുകളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആകപ്പാടൊരു മേളമായിരിക്കും അല്ലേ? ആ ബിരിയാണിയെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ ബീഫിനെ കുറിച്ചും ചിക്കനെ കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ ശരിക്കും ഇവിടെ നിന്ന് ആ ഒരു മണമൊക്കെ അടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ രുചിയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വായിൽ നിന്നും വെള്ളം മൂറുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായ ദിനങ്ങൾ കൂടിയാണ്. അരുൺ അമർനാഥ് ഒരിക്കൽ കൂടി മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ? ഓരോ വീടുകളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം വിഭവങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ പോലും നമുക്കതിൻ്റെ രുചിയെക്കുറിച്ച് ഓർമ്മ വരും, ആ മണത്തെക്കുറിച്ച് ഓർമ്മ വരും. അങ്ങനെ വീട്ടിലൊക്കെ എല്ലാവരും ഒത്തുചേർന്ന ഒരു ആഘോഷമായിരിക്കും അല്ലേ? ഇങ്ങനെയൊക്കെ പെരുന്നാളായിട്ട് ഒരുപാട് ക്ഷണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറമാണ്. പൂജയ്ക്ക് അറിയാലോ, 2-3 വീടുകളിലേക്ക് ക്ഷണമുണ്ട്. ഒക്കെ ആരെയും പിണക്കാനും പറ്റില്ല. എല്ലാ വീട്ടിലും പോകണം, എല്ലാ ഭക്ഷണങ്ങളും രുചിക്കുകയും വേണം. അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ മനസ്സ് നമുക്ക് ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറയുന്ന ഒരു ദിനം കൂടിയാണ് അത്തരത്തിൽ ഈ കുട്ടികളുടെ കാണുമ്പോൾ. ഈ പെരുന്നാളിനായി അവർ കാത്തിരിക്കണം, പുതിയ വസ്ത്രമൊക്കെ ഇട്ട്. ഇന്നലെ തന്നെ രാത്രികളിൽ മലപ്പുറം ഉണർന്നു കിടക്കുകയാണ്. കാരണം പുലർച്ചെ വരെയൊക്കെ ഈ കടകളും വസ്ത്രക്കടകളും ഒക്കെ തുറന്നു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പെരുന്നാളിനെ വരവേൽക്കാൻ, ഈ വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ അങ്ങനെ മനസ്സറിഞ്ഞ് തയ്യാറാവുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വീടുകളിലൊക്കെ ഇന്ന് രാവിലെ ഇത് നമസ്കാരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 7:30 തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മാദിൻ ഗ്രാൻഡ് മസ്ജിദിലാണ് ഞാനുള്ളത്, മലപ്പുറം മേൽമുറിയിലെ. ഇത് കഴിഞ്ഞാണ് എല്ലാവരും വീടുകളിൽ ഒത്തുചേരുന്നത്. ബന്ധുക്കളുടെ വീടുകളിൽ പോവും. അത് തന്നെയാണ് ഈ ഒരു സഹവർത്തിത്വത്തിൻ്റെ, ഈ ഒരു ഒത്തുചേരലിൻ്റെ ഒരു സന്ദേശം തന്നെ ഈ ബലി പെരുന്നാൾ നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ ഈ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മലപ്പുറത്ത് നിന്ന് എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്നുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചകൾ എപ്പോഴും മലപ്പുറത്ത് നിന്ന് കാണാറുണ്ട്. അതൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ബലി പെരുന്നാൾ നൽകുന്ന സന്ദേശം. ത്യാഗത്തിൻ്റെ സന്ദേശമാണ്, ഒപ്പം തന്നെ ഒത്തൊരുമയുടെ സന്ദേശമാണ്, ഇല്ലായ്മയെ മറികടന്ന് സുഭിക്ഷത ഉണ്ടാവണമെന്ന സന്ദേശമാണ്. അതിൻ്റെയൊക്കെ സന്ദേശം തന്നെയാണ് ഈ ബലിപെരുന്നാൾ നൽകുന്നത്. എന്തായാലും ഈദ് നമസ്കാരം ഇപ്പോൾ മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ പുരോഗമിക്കുന്നു. അതിനുശേഷം നമുക്കും എന്തായാലും വീടുകളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, ഇവരുടെ ഈ ഒത്തൊരുമയൊക്കെ കാണണം, ഇവരെ സ്നേഹം പങ്കുവെക്കുന്ന കാണണം, ഒപ്പം നല്ല ഭക്ഷണവും രുചിക്കണം എന്നുള്ളത് തന്നെയാണ്. പോസിറ്റീവായ ഒരു പ്രഭാതം തന്നെയാണ് എന്തായാലും മലപ്പുറത്ത് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഈ പെരുന്നാൾ ദിനത്തിൽ. ഒരിക്കൽ കൂടി ഈദ് മുബാറക് പൂജ. ശരി അരുൺ, എന്തായാലും 2-3 വീടുകളിലേക്കൊക്കെ ക്ഷണമുണ്ട് എന്നാണ് അരുണ് പറയുന്നത്. ഇതിനൊക്കെ ശേഷം ആ വീടുകളിലേക്കൊക്കെ പോവുക, അടിപൊളിയായിരിക്കുക, അവരെ ഒന്നും പിണക്കണ്ട. അങ്ങനെയുള്ളൊരു ദിവസം കൂടിയല്ല. ശരി അരുൺ.